ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ യാത്ര കാഞ്ഞങ്ങാടേക്കാണ്. ചേച്ചിയുടെ മോൻ്റെ പിറന്നാൾ വരാൻ പോവുകയാണ്. ചൊവ്വാഴ്ചയാണ് അവൻ്റെ പിറന്നാൾ. അപ്പോൾ അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുഞ്ചൂസും ഉണ്ട്. തുണിയൊക്കെ പുറത്ത് അയലിട്ടിട്ടാണ് പോകുന്നത്. ഇന്നിവിടെ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഈ വെയിൽ കണ്ടിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് മഴ വന്നാൽ ഞാൻ പെടും. മഴ വരില്ലെന്ന് വിശ്വസിക്കാം. ഇപ്രാവശ്യം പൊതുവെ കാസർഗോഡ് ജില്ലയിൽ മഴ കുറവാണ്. പിന്നെയെന്ന് പറയുന്നത്, ഞായറാഴ്ച നമ്മുടെ നാട്ടിൽ ബസ് ഉണ്ടാകാറില്ല കേട്ടോ. എവിടെ നിന്നെങ്കിലും ഓട്ടോ കിട്ടിയാലോ എന്ന് കരുതി നടക്കുകയാണ്. എന്നും കുഞ്ചൂസ് ഏട്ടനും പറയാറുണ്ട്, ഡ്രൈവിംഗ് പഠിച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കായിരുന്നില്ലേന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂട്ടിയുടെ ഡ്രൈവിംഗ് പഠിച്ചതാണ് കേട്ടോ. ലേണിംഗ് ഒക്കെ ഫസ്റ്റിൽ തന്നെ കിട്ടിയിരുന്നു. പക്ഷേ ടെസ്റ്റിൽ ഫസ്റ്റിൽ തന്നെ പൊട്ടി. അതോടെ ഞാൻ ഡ്രൈവിംഗ് പഠിത്തം അവിടെ അവസാനിപ്പിച്ചു. കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി കേട്ടോ. ടൗണിലേക്ക് നമുക്കൊരു 15 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. ബസ്സിനായാലും നമുക്ക് മിനിമം ചാർജേ ആവാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തി. പക്ഷേ ടൗണിൽ തന്നെ നിർത്തിയില്ല കേട്ടോ ഓട്ടോ. അവിടെ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് ദൂരമാണ് നിർത്തിയത്. ഇന്നാണെങ്കിൽ പതിവിലും കൂടുതൽ ബ്ലോക്ക് കാണുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അവിടെ സജിഷ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് അന്നാരാജൻ വന്നിട്ടുണ്ട്. അതിൻ്റെ തിരക്കാട്ടോ ഈ കാണുന്നത്. സോ മച്ച്. അവിടെ 30 വർഷത്തിന് ശേഷം ഏറ്റവും വലിയ മാറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സരിഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ ചെയർപേഴ്സണും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ താരം അന്നാരാജനും കുറിച്ചാണ്. അപ്പോൾ പട്ടിണിക്കൊക്കെ എടുത്ത് കുറച്ചതാണ്. ജിമ്മിൽ അത്യാവശ്യം പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര വെയിലാണ്. ആ കോട എനിക്ക് തരാം. ഭയങ്കര വെയിലാണ്. അതാണ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞത്. ഈ വെയിലത്ത് പോലും ഇത്രയും പേര് കുറേ സമയമായിട്ട് അന്നാരാജന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയേറെ മലയാളി ഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അന്ന എന്ന് പറയുന്നത്. സോ നമ്മുടെ സരിഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എൻ്റെ പേര് ഇടാമോ? യെസ്, നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഓണേഴ്സ് എല്ലാവരും ഇവിടെ ആളിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുഹമ്മദ് അഫ്നാൻ. ആളിവിടെ ഉണ്ടോ? പോയി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ആളിലേക്ക് കടക്കുന്നു. ഇത്രയും ക്രൗഡ് ഉണ്ടായിട്ടും നോക്കാം അടുത്ത ആളെന്തായാലും. യെസ്, ഏറ്റവും അർഹരായി അസൽ റഹ്മാൻ. ആളുണ്ടോ? ഒന്ന് മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് നമ്പർ പറയൂ ചേട്ടാ. ഞങ്ങളും കുറച്ച് സമയം അവിടെ നിന്നു. അന്നാരാജനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിരുന്നില്ല. പിന്നെ അവിടെ നറുക്കെടുപ്പൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര വെയിലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് ഷോപ്പിൽ കയറണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ സ്ഥിരമായ ഷോപ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ നടക്കുന്നതിനിടയിൽ 1000 ബോർഡ് കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ റിയൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുകളിലെ ഫ്ലോറിലാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ കയറുന്നത്. ഒന്ന് കയറി നോക്കാം, ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറെ ഷോപ്പിൽ കയറാം. അങ്ങനെ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ സീസണൊന്നും അല്ലല്ലോ, അപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല. ഡ്രസ്സൊക്കെ കൊള്ളാം കേട്ടോ, നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഫിക്സഡ് റേറ്റാണ്. നമ്മൾ കുറേ ഡ്രസ്സ് നോക്കിയിട്ടോ, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാകുമ്പം അവൻ്റെ സൈസിനൊത്ത് കിട്ടുന്നുമില്ല. അങ്ങനെ കുറേ സമയം എടുക്കേണ്ടി വന്നു ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. ഞാൻ അവന് വേണ്ടി എപ്പോൾ ഡ്രസ്സ് എടുത്താലും ഒന്നുകിൽ ചെറുതായിരിക്കും അല്ലെങ്കിൽ സൈസിൽ കൂടുതലായിരിക്കും. എനിക്ക് അവന് കറക്റ്റായ സൈസ് ഇതുവരെ കിട്ടിയിരുന്നില്ല. അങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു പാൻറ്റും ഷർട്ടും എടുത്തു. എത്ര വില എന്നൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ എടുക്കും. എടുത്ത ശേഷമേ ഞാൻ അറിയൂ ഇത്ര വിലയാണെന്നുള്ളത്.
അങ്ങനെ അവിടെ ബില്ല് പേ ചെയ്ത് താഴത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇനി താഴത്തോട്ടുനിന്ന് കുറച്ച് സാധനങ്ങൾ മോൾക്ക് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നും അല്ല കേട്ടോ, അവളുടെ അനിയന് വേണ്ടി അവളുടേതായ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹം. എന്ത് ഗിഫ്റ്റാണ് നീ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കുറച്ച് ചോക്ലേറ്റ് വാങ്ങി ഗിഫ്റ്റായി കൊടുത്തോളാന്ന്. അവളുടെ ഗിഫ്റ്റല്ലേ, അതുകൊണ്ട് ചോക്ലേറ്റ് എടുക്കുന്ന ഡ്യൂട്ടി ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തു. എനിക്ക് ഈ ചോക്ലേറ്റിനെ കുറിച്ചൊന്നും വലിയ പിടിപാടില്ല കേട്ടോ. അവൾക്കറിയാത്ത ചോക്ലേറ്റ് ഇല്ല. അവൾക്കിഷ്ടമുള്ള ചോക്ലേറ്റൊക്കെ അവനും ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അവനോട് ചോദിച്ചില്ല. കൂട്ടത്തിൽ അവൾക്ക് വേണ്ടുന്നതും എടുക്കുന്നുണ്ട്. ഗിഫ്റ്റായി കൊടുക്കുന്നതാണ്, അതുകൊണ്ട് പാക്കറ്റാക്കി തരണമെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് സമയം അവിടെ ഇരിക്കൂ, പാക്കറ്റാക്കി കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോഴേക്ക് അവർ ഗിഫ്റ്റ് റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ നേരെ പോയത് ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ്. ടൗണിലേക്ക് എത്തിയാൽ പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറാതെ വീട്ടിലേക്ക് തിരിച്ചു വരാറില്ല. ഏത് ഹോട്ടലിൽ നിന്നൊന്നുമില്ല, നമ്മൾ നടക്കുമ്പോൾ ഏത് ഹോട്ടലാണോ ബോർഡ് കാണുന്നത് ആ ഹോട്ടലിലേക്ക് കയറും. അതുകൊണ്ട് തന്നെ ടൗണിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുഞ്ചൂസ് റെഡിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ തിരിച്ചു വരില്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് ടൗണിലേക്ക് ഇറങ്ങാൻ ഒരു മടിയുമില്ല കേട്ടോ അവൾക്ക്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കാൻ പോകാറുള്ളൂ. ഞാൻ ഒറ്റക്കാണെങ്കിൽ ഹോട്ടലിൽ കയറില്ല. ഒരു ദിവസം ഏട്ടൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡിൻ്റെ രുചി അറിഞ്ഞത് കേട്ടോ. അതിനുശേഷം ഇടയ്ക്ക് ഇങ്ങോട്ട് കയറാറുണ്ട്. ഇവിടെ മറ്റു ഹോട്ടലുകളെ പോലെയല്ല കേട്ടോ, ആദ്യം ബില്ല് പേ ചെയ്യണം, അതിന് ശേഷം മാത്രമേ ഫുഡ് തരൂ. അങ്ങനെ ഞാൻ ചോറും നത്തൽ ഫ്രൈയും ഓർഡർ ചെയ്തു. കുഞ്ചൂസിനാണെങ്കിൽ ഫ്രൈഡ് റൈസ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. കുഞ്ചൂസിൻ്റെ ഫേവറേറ്റ് ഫുഡ് ഫ്രൈഡ് റൈസാണ്. 1 മണി ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഹോട്ടലിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ചൂസിന് പ്ലേറ്റ് കിട്ടി. അപ്പം തന്നെ അതിലേക്ക് സോസും ഒഴിച്ചു. ഫുഡ് കിട്ടുന്നത് വരെ വെറുതെ ഇരിക്കണ്ടല്ലോ. അല്ലെങ്കിലും വെറുതെ ഇരിക്കുന്ന ശീലം അവൾക്കില്ല കേട്ടോ. ഇവൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നത് എന്തിനാണെന്നറിയോ? അപ്പുറത്തുനിന്ന് മഴ പെയ്യുന്നത് കാണുന്നുണ്ട്. നമ്മൾ പുറത്ത് തുണിയൊക്കെ ഇട്ട് വന്നതല്ലേ. അതിനിടയ്ക്ക് പ്ലേറ്റിൽ അലങ്കാരപ്പണികളൊക്കെ തുടങ്ങി കേട്ടോ. ഒരു ബോട്ടിൽ സോസും തീർക്കുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അവളുടെ എൻ്റെയും പേരെഴുതി പഠിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരുടെയും ഫുഡ് കൊണ്ടുവന്നു. നത്തൽ ഫ്രൈ കാണുമ്പോൾ തന്നെ കുഞ്ചൂസിൻ്റെ കൺട്രോൾ പോയിട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ കിട്ടത്തില്ലല്ലോ. മിക്കവാറും എൻ്റെ നത്തൽ ഫ്രൈ അവൾ തന്നെ കഴിച്ച് തീർക്കും. അവളുടെ ഫ്രൈഡ് റൈസ് മുമ്പിൽ വെച്ചിട്ടാണ് ഈ പരാക്രമം. നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. നമുക്കില്ലേ ആദ്യം തരുമ്പോൾ ഇവർ ഇത്തിരിയേ ചോറ് വിളമ്പി തരൂ. രണ്ടാമത് വരുന്നുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല.
അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ഇറങ്ങി. വഴിയിൽ പച്ചക്കറി വിൽക്കുന്നുണ്ടായിരുന്നു, തൂക്കിയിട്ട് പാക്കറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ ചെറിയൊരു കടയിൽ പോയി. ഒരു 4 മണിയെല്ലാം ആകുമ്പോൾ നല്ല വിശപ്പ് തോന്നും. അപ്പം കഴിക്കാൻ വേണ്ടി ചെറിയ കടി വാങ്ങിച്ചു. പഴംപൊരിയും സാൻഡ്വിച്ചും വാങ്ങിച്ചു. കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. അങ്ങനെ ഇന്നത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടുത്തെ ബില്ല് പേ ചെയ്ത് ഒരു ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കെത്തി. വെയിൽ കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു, നല്ല തലവേദനയുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.